വിജയം ഉണ്ടോ? വിജയം കൊട്ടപ്പത്തെ വിജയം അവർക്കാണെന്ന് അവർ പറയുന്നത്. അതിന് മുജാഹിദുകൾക്ക് വലിയ വിജയം ഉണ്ടായിട്ടില്ല. ആ സംവാദത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അത് സമർത്ഥമായി അവിടെ അവതരിപ്പിക്കുന്നതിൽ മുജാഹിദ് പണ്ഡിതനായ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തി വൈഭവം ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. നല്ല പാണ്ഡിത്യല്ല ആളുകളെ അവിടെ തടഞ്ഞിട്ടുണ്ടെന്ന് സ്റ്റേജിൽ കയറുന്നുള്ള ഒരു ഇത് കൊട്ടപ്പുറത്തിനുണ്ടായില്ല. ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ എല്ലാം അറിയാം. സംഭവം വന്നല്ലേ കുറച്ച് പരാതി സംഭവിച്ചിട്ടുണ്ട്. സുന്നി വിഭാഗത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ കുറച്ചുകൂടെ ഇറങ്ങിയിട്ടുണ്ട്. യാഥാർത്ഥ്യമാണ്. നമ്മൾ മറച്ചിട്ടുള്ള കാര്യമല്ല. ഞങ്ങൾ എല്ലാ പരിപൂർണ്ണമായ സംവാദത്തിൽ പങ്കെടുത്താണ്. അപ്പൊ അങ്ങനെ സംവാദം ഞാൻ സ്റ്റേജിൽ ഞാൻ ഉൾപ്പെട്ടുണ്ടാക്കിയായിരുന്നു. അവതരിപ്പിക്കാനുള്ള വിഷയങ്ങൾ ഞാനും മറ്റേ വരുന്നു. ഞങ്ങൾ എല്ലാ വിഷയങ്ങളൊക്കെ സജ്ജമാക്കി. നിങ്ങളൊന്ന് സംസാരിച്ചിട്ടില്ലെങ്കിലും പക്ഷേ ഞങ്ങൾ ആപ്പിന്റെ ഇതിന് സ്ഥാനത്ത് ഇയാളെ കയറ്റി ചെറിയ മുണ്ടത്തെ. അതെന്താണ് കാരണം? കാരണമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ മുണ്ട വന്നത് അതന്നെ ചെറിയ മുണ്ട വന്നതും ചെറിയ മുണ്ട അപ്പോൾ ഞങ്ങൾ ചർച്ചിൽ ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹമല്ല. അദ്ദേഹം സ്കൂളിൽ പോലുള്ള സമയത്ത് വരിക അവിടെ സ്റ്റേജിൽ. അതിന്റെയൊക്കെ ഫലം സംഭവിച്ചത് കൊട്ടപ്പുറത്ത്. കാരണം ശരിക്കിന്റെ നിർവചനം ചോദിച്ചപ്പോൾ കുറെ ഖുർആന്റെ ആയത്തിലുള്ള ഊതിച്ച പ്രസംഗിച്ചാൽ മതി തീർക്കാന്ന് പറഞ്ഞത്. നിർവചനം പറഞ്ഞ സംഭവം ഖുർആനില്ല എന്ന് പറഞ്ഞിട്ട് അതിനും സാധ്യത ഒറ്റായിട്ട് മാത്രം എത്ര 100 ആയിട്ട് ഖുർആനിലുണ്ട് തൗഹീദിന്റെ. നിർവചനം ചോദിച്ചുമ്പോൾ തന്നെ വിശദീകരിച്ചാൽ മതി. നിർവചനം പറയുന്ന സ്വഭാവം ഖുർആനില്ല, ഇതിലുള്ള വിശദീകരിക്കാനായിട്ട് ഖുർആനിലുള്ള ആയത്തുകളോട് ഊതിയാൽ പോലെ പണ്ഡിതോചിതമായിട്ടുണ്ട്. എന്നാലും പണ്ഡിതോചിതരും ഇതായിട്ടില്ല, സമർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല. പണ്ഡിതോചിത ഇപ്പൊ തെളിവ് നല്ലോണം പറയുകയാണെങ്കിൽ സാധാരണ വാചാലതല്ലെങ്കിലും എന്ത് ചെയ്യും നിഷ്പക്ഷാൾക്ക് മനസ്സിലാവും. അപ്പൊ അദ്ദേഹത്തിന് പണ്ടുള്ള ആയത്തുകൾ തന്നെ കുറെ മനപ്പാടില്ലാത്ത മതിയുള്ള ഇതാണ്. ഒരൊറ്റ ആയത്തമ്മ കുരിതുല്ലിനെ താമസം അതിനെ തന്നെ കടന്നിട്ട് കളിച്ചാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതില് നമ്മൾ ഇങ്ങനത്തെ വിഷയത്തിൽ നമ്മൾ തമ്മിൽ വൈരാഗ്യം കാണിക്കാൻ പാടില്ല. ഞാനും അലിക്കമാലും കൂടുതൽ ബാധിച്ച ഈ തങ്ങളെ കയറ്റണമെന്നാണ്. അത് ചിലർക്ക് ഞാൻ ആളെ പറയില്ല. ആ വ്യക്തിക്ക് ഇയാളോടുള്ള വൈരാഗ്യം ആളെ കയറ്റാതിരിക്കുന്നതാണ്. പിന്നെ ചെറിയ മുണ്ടാണെങ്കിൽ ഈ രംഗത്ത് അത്ര പ്രസംഗിച്ചിട്ടില്ല. അദ്ദേഹം ഈ ഞങ്ങൾ കുടിക്കലിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന സമയത്തൊന്നും അദ്ദേഹം നിമിഷ നേരം വരെ ഇതിലില്ല. അദ്ദേഹം ക്ലാസ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ കയറ്റ വാർത്തത് വാർത്തത് അങ്ങനെ കണ്ടാൽ മതിയോ? കിതാബുകൾ എടുത്ത് വെച്ചാൽ എന്തെങ്കിലും എടുത്ത് വെച്ചെന്ന് അറിയില്ല. അതാണ് ഇതിന് ചെയ്തെടുത്ത് കണ്ട് വായിച്ചിട്ട് എന്താണ് മരാണ് മറ്റേതാണ് കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് വഷളാക്കിയത്. അത് നമ്മൾ വാദിച്ചത് എന്തിനായിട്ടുണ്ടോ? അത് ഇതിന് ചെടിയോടെ വെച്ചിരുന്നത് ദുആഇന് അവിടെ ഇസ്തിഹാസ എന്നുള്ള അർത്ഥമല്ല എന്ന് പറയുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ മാത്രം എന്താണ് വായിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. പക്ഷെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത എന്താ എടുത്ത് വെച്ചതെന്ന് തന്നെ അറിയില്ലല്ലോ. അങ്ങനെ കുറെ ഉള്ളതുണ്ട്. നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ലെന്ന് ശത്രുവിനെ നമ്മൾ മറ്റേ നിസ്സാരാക്കി. വാദപ്യാതിലും അവിടെ ഇതായിരുന്നു തോന്നില്ല. കൊട്ടപ്പത്ത് മാത്രം. അതിന് എന്റെ അഭിപ്രായം എന്റെ പിതാവിന്റെ മരണത്തിന് ശേഷം നടന്ന വാദം. എന്റെ പിതാവാണ് കാര്യമായിട്ട് ഇവർക്ക് ധൈര്യമൊക്കെ ഉണ്ടാക്കാറുള്ളത്. പിതാവിന്റെ മരണശേഷം നടന്നതാണ് അല്ലെങ്കിൽ കൊട്ടപ്പം. പിന്നെ അവർ ഖുർആനെ ശരിക്കും പഠിച്ചത് കൊണ്ടല്ല മുസ്ലിങ്ങളെ ജീവിതം കണ്ടിട്ട് ഉത്തമ മാതൃക ജീവിതം കണ്ടിട്ട് അവർക്ക് ഇസ്ലാമിലേക്ക് വരാൻ സാധിച്ചു. അതിന് മുജാഹിദുകൾ വിജയം നേടിയിട്ടെന്ന് പറയില്ല. കാരണം സുന്നിന്റെ മാതൃകാ ജീവിതത്തെക്കാളും മുജാഹിദിന്റെ മാതൃകാ ജീവിതം കണ്ടിട്ടാലും ഇസ്ലാമിലേക്ക് വരുന്നില്ല.